നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ആക്ച്വലി ഞാൻ ആദ്യം വിചാരിച്ചത് ഗൈഡൻസും റിലേഷൻഷിപ്പും കൂടി ഒന്നിച്ചൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വേണ്ട, സെപ്പറേറ്റ് ആക്കി ഞാൻ. ഓക്കെ, എന്തായാലും ഈ ഒക്ടോബർ മന്തിലേക്ക് നിങ്ങൾക്കുള്ള ഒരു റിലേഷൻഷിപ്പ് ഗൈഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിൽ പറഞ്ഞിരുന്നു. ടാരോ ക്ലാസ് സ്റ്റാർട്ട് ആവുന്നുണ്ട് അറൗണ്ട് ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്ത് വിടും. പക്ഷെ പഠിപ്പിക്കലായിട്ട് മീൻസ് ക്ലാസ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവില്ല, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ വെച്ച് ചെയ്യാൻ മാത്രമാണ്. അത് കഴിഞ്ഞ് ഞാൻ ഒരു 10th 15th വരെ മാക്സിമം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ബാച്ചിൽ ആഡ് ചെയ്യാം. അല്ലാത്തവർക്ക് ഇനി ഞാൻ വേറൊരു സെപ്പറേറ്റ് ബാച്ചായിട്ട് ചിലപ്പോൾ ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എനിക്ക്. സോ താല്പര്യമുള്ളവർ പറയൂ, ടാരോ പഠിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്കായിട്ട് നോക്കാം. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറച്ചൊക്കെ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എത്രത്തോളം നിങ്ങളിതിൽ പഠിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് അത്രത്തോളം എക്സ്പെർട്ട് ആവാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങളുടെ കാര്യത്തിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ യൂസ് ചെയ്യാം. ഓക്കെ, അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ട്. എൻ്റെ ഇതിൽ കാർഡ് പഠിക്കുമ്പോൾ ശരിക്കും ഒരു കാർഡിൽ തന്നെ ഒരുപാട് കാര്യങ്ങളാണ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങളാണ് ഒരു കാർഡിൽ പറയുന്നത്. സോ അത് നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളെ ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ശരിക്കും നിങ്ങളെ തന്നെ നിങ്ങൾ മനസ്സിലാക്കും എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ലൈഫ് എന്താണ്, സ്പിരിച്വൽ ഇതെന്താണ്, നമ്മുടെ യൂണിവേഴ്സ് എന്താ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ കാർഡ്സിൽ പറയുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ലൈഫിൽ. എനിവേ, ഇതിപ്പോൾ ഞാൻ റിലേഷൻഷിപ്പ് എടുക്കുന്നുണ്ട്. ഈ ഒക്ടോബർ മന്തിലേക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ പേഴ്സൻ്റെ സോറി പോസ് ചെയ്യുന്നു ഞാൻ എടുത്തിട്ട്. ഓക്കെ, എല്ലാം കൂടെ കയ്യിൽ നിന്ന് കുറേ വീണു, അതുകൊണ്ടാണ്. ഓക്കെ, ശരി, നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ഒക്ടോബർ മന്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം നമുക്ക്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്തായിരിക്കും, അവരുടെ നിങ്ങളുടെ ബന്ധം എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ഈ അടുത്ത മാസത്തിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം നോക്കാം. ഒക്ടോബർ മന്ത് നിങ്ങളുടെ ബന്ധത്തിൽ എന്തായിരിക്കും കാണുന്നത്? ലെറ്റ്സ് സീ. ജസ്റ്റിസ്. ഓക്കെ, കാർഡ്സ് എടുക്കുമ്പോൾ സൂക്ഷിക്കണം, ചില കാർഡ്സ് ഞാൻ മറക്കേണ്ടി വരും. ഓക്കെ, 4 of Cups, Justice, 4 of Cups, Queen of Wands, 6 of Swords. ഇതേ കണ്ടു, ഇതാ പറഞ്ഞു കാർഡ് ചിലത് കാണിക്കാൻ പാടില്ല. ഓക്കെ, ലവേഴ്സ് എനർജി, clarification, 3 of Swords. Yes, very good. 5 of Swords, wow, beautiful. 7 of Pentacles and one more Queen of Swords. Oh, ഓക്കെ, ഞാൻ ഒരു കാര്യം ചെക്ക് ചെയ്തതായിരുന്നു. ഓക്കെ, ഐ ഗോട്ട് ഇറ്റ് എക്സാക്ട്ലി. എനിക്ക് പറയാനുള്ളത് കിട്ടി. ഇത് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ആണ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഡെവിൾ കാർഡ് കാണിക്കാൻ പാടില്ല. ഓക്കെ, പക്ഷേ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കിട്ടുന്ന തേർഡ് പാർട്ടി എനർജിയാണ്. ഞാൻ ഒന്ന് കൺഫേം ചെയ്താണ്. യെസ്, തേർഡ് പാർട്ടി റീഡിംഗ് ആയിട്ട് പറയണോ എന്ന രീതിക്ക് ഒന്ന് നോക്കിയതാണ്. യെസ്, ഓക്കെ, തേർഡ് പാർട്ടി എനർജി വന്നിട്ടുണ്ട് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട്. അല്ലാതെയും പറയാം, ജനറലിയും പറയാം ഞാൻ, പക്ഷെ തേർഡ് പാർട്ടി ഇവിടെ കൂടുതലുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ സിറ്റുവേഷൻ തേർഡ് പാർട്ടിയുടെ അല്ലെങ്കിലും നമുക്ക് നോക്കട്ടെ, ഞാൻ വേറെ രീതിക്ക് പറയാം. ഓക്കെ, ഈ ഒരു ഒക്ടോബറിലേക്ക് നമുക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ന്യായം കിട്ടും എന്നാണ്. ഓക്കെ, നിങ്ങളുടെ അഗൈൻ ചില സമയത്ത് എനിക്ക് ആ എനർജി നിങ്ങളുടെ വിൽക്കുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഓവറോൾ എന്തോ എനിവേ എൻ്റെ ഹാർട്ട് ഇങ്ങനെ ഇതായിപ്പോയി. നിങ്ങളുടെ ഒരു വിഷമം, വേദന എന്നെനിക്ക് കാണുന്നുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഓക്കെ അവർ തേർഡ് പാർട്ടിയിൽ ഇൻവോൾവ്, അതിപ്പോൾ ഏത് രീതിക്കും എടുക്കാം. ഓക്കെ, ഓൾറെഡി അവർ മാരീഡ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പക്ഷെ അറിയാതെ മേ ബി കുറച്ച് പേർക്ക് അറിയില്ല ആയിരിക്കാം. ഓക്കെ, അങ്ങനെയും ഉണ്ടാവും. അല്ലെങ്കിൽ വേറൊരു പേഴ്സൺ സപ്പോസ് നിങ്ങളുടെ ഇടയിൽ വന്നു എന്ന രീതിക്കും എടുക്കാം. സോ എന്തായാലും പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ അതിനുള്ള ന്യായം കിട്ടും, യൂണിവേഴ്സ് തരും എന്നുള്ളത് ആദ്യമേ തന്നെ യൂണിവേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് വരാൻ പോകുന്നത് ജസ്റ്റിസ് ആണ്. ആൻഡ് ഒക്ടോബറിൽ ഇവിടെ എനിക്ക് 4 of Cups 5 of Swords ഒക്കെ കാണുന്നുണ്ട്. സോ
നിങ്ങൾ തമ്മിൽ ഒരു ചെറിയൊരു അകൽച്ച കുറച്ചു കാലം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, അകൽച്ച ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. എപ്പോഴും നിങ്ങൾ തമ്മിൽ സംസാരിച്ചാലും ഒരു ശരിയായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാത്ത പോലെ, ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന പോലെ എനിക്ക് കാണുന്നുണ്ട്. താല്പര്യമില്ലാത്ത പോലെ കാണുന്നുണ്ട്. മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സംസാരിക്കാൻ നോക്കുമ്പോഴും, സംസാരിക്കാൻ ശ്രമിച്ചാലും ഓക്കെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ആ രീതിക്ക് ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. രണ്ട് ഭാഗത്തും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സപ്പോസ് ഒരു എന്തെങ്കിലും പറഞ്ഞു വന്നാലും നിങ്ങൾ അതൊന്നും കേൾക്കാൻ തയ്യാറല്ല പ്രോബബ്ലി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലും നിങ്ങളുടെ പേഴ്സൺ കേൾക്കാൻ തയ്യാറല്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ബട്ട് ഐ തിങ്ക് നിങ്ങൾ ഇനി ഇത് സോൾവ് ചെയ്യാൻ പോലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, നിങ്ങൾക്ക് അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ ഭാഗമാണ് എനിക്ക് കൂടുതൽ വരുന്നത്. അതായത് നിങ്ങളിനി ഈ റിലേഷൻഷിപ്പിൽ മേ ബി എഫേർട്ട് ഇടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. എനിക്ക് പേഴ്സൺ എന്തെങ്കിലും പറഞ്ഞു വന്നാൽ പോലും ഐ ഡോണ്ട് തിങ്ക് നിങ്ങൾ ആ ഒരു റിസീവിങ് എനർജി എനിക്ക് ഫീൽ ചെയ്യും. അത് തെറ്റല്ല. ഓക്കെ, കറക്റ്റാണ്, നിങ്ങൾ ചെയ്യുന്ന കറക്റ്റാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ അവരുമായിട്ട് ഒരു കോംപ്രമൈസ് ആഗ്രഹിക്കാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അത്രത്തോളം നിങ്ങൾ വേദനിച്ചിട്ടുണ്ട്, നിങ്ങൾ വിഷമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. സോ ആ ഒരു വിഷമം കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ അത്രയും ആ പെയിൻ നിങ്ങൾ വെച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പേഴ്സൺ ഒന്ന് സമാധാനിപ്പിക്കാനൊക്കെ വന്നാലും നിങ്ങൾക്കത് പോരാ. ബിക്കോസ് അവർ ചെയ്ത തെറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മേ ബി അവർ തിരിച്ചറിയണം, അവർ റിഗ്രറ്റ് ചെയ്യണം, അവർ ശരിക്കും റിഗ്രറ്റോടെ വരണം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അവർ ചെറുതായിട്ട് നിങ്ങളൊക്കെ പറഞ്ഞു വന്നാന്നു ഐ ഡോണ്ട് തിങ്ക് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ലെവലല്ല ഇപ്പോൾ. ക്വീൻ ഓഫ് വോൺസ് എനർജിയാണ് എനിക്ക് കാണുന്നത്. സോ നിങ്ങളിപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, ലേഡീസ് ആവണമെന്നില്ല, ജെൻസ് ആയാലും ഓക്കെ, ഓരോ കാർഡ് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് ബിക്കോസ് ചിലപ്പോൾ പുതിയ ആൾക്കാർ കാണുന്നുണ്ടാവാം. സോ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ആരാണ്, എന്താണ് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളെ പറ്റി ഒരു ഒപ്പീനിയൻ ലൈക്ക് ഇതുവരെ നിങ്ങൾ അവനവനെ എപ്പോഴും താഴ്ത്തി ചിന്തിക്കുക, നിങ്ങൾ എപ്പോഴും ഒരു സെൽഫ് ലവ് ഇല്ലാതെ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ പേഴ്സണെ എപ്പോഴും സമാധാനിപ്പിക്കാനും ഇതാക്കാനും നിങ്ങൾ പിന്നാലെ പോവുക, ചേസ് ചെയ്ത് പോവുക, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ ഇത് നിങ്ങളൊരു ഇപ്പം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ കോൺഫ്ലിക്റ്റ് വന്നാൽ പോലും നിങ്ങൾക്ക് ആ പേഴ്സണെ ഐ തിങ്ക് വിട്ടുമാറി നിങ്ങളായിരിക്കാം നിൽക്കുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത മട്ടിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. നിങ്ങൾക്കും ആ ഒരു എനർജി ഇല്ല അപ്പോൾ ഇത് ശരിയാക്കണം എന്ന രീതിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് അത്രത്തോളം വേദനിച്ച് മടുത്തു എന്ന് പറയില്ലേ, അത്രത്തോളം വേദന നിങ്ങൾ സഹിച്ചു. നിങ്ങൾ ഇനി ശരിക്കും ന്യായം ആഗ്രഹിക്കുന്നുണ്ടില്ല എന്നല്ല, നിങ്ങൾക്ക് ന്യായം വേണം. പക്ഷെ പേഴ്സൺ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനമായിട്ടൊന്നും വെറുതെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചാൽ നിങ്ങൾക്കതിപ്പോൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന അവർ പ്രോപ്പറായിട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് വരണം. അവരുടെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കണം. അവർ ഈ ബന്ധത്തിൽ ഇടുന്ന എഫേർട്ട് അവരും കൂടി. ഇത് എപ്പോഴും കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു മാസ്കുലൈൻ എനർജി നമ്മൾ എടുക്കും. അല്ലാതെ നിങ്ങൾ ജെൻസോ ലേഡീസോ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കും കേട്ടോ. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കമ്മിറ്റഡ് ആയിട്ടൊരു വ്യക്തി, വളരെ ശരിക്കും കുറച്ചുകൂടി നമ്മൾ പറയില്ല മെച്യൂർഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തി, റിലേഷൻഷിപ്പിനെ സീരിയസ് ആയിട്ട് എടുക്കുക, ഈ ബന്ധത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക, മെച്യൂർഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുക എന്ന രീതിക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ വെറുതെ വീണ്ടും എന്തെങ്കിലും പറഞ്ഞു സമാധാനമായി പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു കോൺഫ്ലിക്റ്റ്, നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, പ്രോപ്പറായിട്ട് നിങ്ങളിപ്പോൾ ന്യായം ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ നിൽക്കുന്ന വളരെ കോൺഫിഡൻ്റ് ആയിട്ടൊരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ ലവേഴ്സ് കാണുന്നുണ്ട്, ലവേഴ്സ് ആൻഡ് 7 ഓഫ് പെൻറ്റിക്കിൾസ് ഒക്കെ ഉണ്ട്. സോ ഇവിടെ നിങ്ങളോട് ഐ തിങ്ക് നിങ്ങളൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നിൽക്കണോ വേണ്ടേ, നിങ്ങൾ മുന്നോട്ട് പോകണോ, നിങ്ങളിത് വിട്ട് മാറിപ്പോ ടോട്ടലി വിട്ട് കളഞ്ഞ് പോകണോ, അതോ ഈ റിലേഷൻഷിപ്പിന് ഒരു അവസരം കൊടുക്കണോ, അത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന മട്ടിൽ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്താണിത് ഞാൻ പറയുന്നത്. ഓക്കെ, പേഴ്സൻ്റെ അല്ല, എനിക്ക് നിങ്ങളുടെ എനർജിയാണെന്ന് വളരെ ഹൈ ആയിട്ട് വരുന്നത്. നിങ്ങൾ അത്രയും വേദനിച്ച് വിഷമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിന് ഞാൻ ഈ എഫേർട്ട് ഇടണോ വേണ്ടേ, ഈ ബന്ധം തന്നെ എന്തായിരുന്നു എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഒരു ചോയ്സ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആക്ച്വലി പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ്. പേഴ്സണുമായിട്ട് ഒരു നല്ല രീതിക്ക് മുന്നോട്ട് പോകണം. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അവരിങ്ങനെ ഈ ഒരു മെച്യൂർഡ് എനർജിയിലേക്ക് വരണം. എന്നാൽ മാത്രമേ നിങ്ങൾ സ്വീകരിക്കാൻ നിങ്ങളും തയ്യാറുള്ളൂ. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് വളരെ സ്ട്രോങ് തന്നെയാണ്. അവിടെ ലവേഴ്സ് കാർഡ് നമുക്ക് പറയുന്നതാണ്. എന്നിട്ട് നിങ്ങൾ തമ്മിലുള്ള വളരെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം, സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം, എല്ലാം ഉണ്ട്. ഓക്കെ, പക്ഷെ അതിൽ ഇടയിൽ ആക്ച്വലി ഇത് നമ്മുടെ ആഡം ആൻഡ് ഈവിൻ്റെ കഥ പോലെയാണ്. ഈ കാർഡ് കാണിക്കാൻ പറ്റുന്ന ഭാഗം ഞാൻ ശ്രമിക്കുകയാണ്. ഇല്ല, കാണിക്കാൻ പറ്റില്ല, സോറി.
ഒരു തരത്തിലുമില്ല. ഓക്കെ, ഇവിടെ ഒരു ഏഞ്ചൽ ഉണ്ട്. ഓക്കെ, ഇവിടെ ആക്ച്വലി സൈഡിൽ ഒരു പാമ്പുണ്ട്. നിങ്ങൾക്ക് ആഡം ആൻഡ് ഈവിന്റെ കഥ, നമ്മുടെ എന്താണ് ആദമും ഹവയും, നിങ്ങൾക്ക് കഥ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക അതിൻ്റെ എന്തായിരുന്നു അന്ന് കഥ. ലൈക്ക് അവർ ആപ്പിൾ ആ ഒരു ഇത് കഴിച്ചതും ഒരു പാമ്പ് അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ കഥ നിങ്ങൾ കേട്ട് കാണും. സോ അഗെയിൻ ഇവിടെ ഡെവിൾ എനർജി ഉണ്ട് ഇടയിൽ. ഓക്കെ, അതായത് നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. ഒരു ഡെവിൾ എനർജി നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്തു. സോ ഞാൻ കൺഫേം ചെയ്ത അതായിരുന്നു. ഇവിടെ ക്വീൻ ഓഫ് സോർഡ്സ് എനർജി ഉണ്ട്. ക്വീൻ ഓഫ് സോർഡ്സ് എനർജി തേർഡ് പാർട്ടിയുടെ എനർജിയാണ്. അത് അവരുടെ ഫാമിലി എന്ന രീതിക്ക് എടുക്കാം നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, പാരൻസ് ആവാം, അല്ലെങ്കിൽ ലൈക്ക് അവരുടെ മാരേജ് എന്ന രീതിക്ക് എടുക്കാം. ഈവൻ ഹസ്ബൻഡ് ഓർ വൈഫ് രണ്ടും ആവാം. സോ ആ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. സോ തേർഡ് പാർട്ടി ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടിയിൽ നിന്നൊക്കെ ഒഴിവായിട്ട് നിങ്ങൾ ശരിക്കും പേഴ്സൺ നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ അവരെ വിട്ടുവരാൻ സാധിക്കുന്ന സാഹചര്യമാണോ എന്നുള്ളതല്ല, ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥത, നമ്മൾ പറയില്ലേ, അത് വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ടും വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഡെവിൾ കാർഡ് വന്നു. ഓക്കെ, ഡെവിൾ 3 of Wands കാണുന്നുണ്ട്. സോ അഗൈൻ 3 എനർജി വീണ്ടും വന്നു. അതാണ് ഞാൻ തേർഡ് പാർട്ടി കൺഫർമേഷൻ എന്ന് പറഞ്ഞത്. നിങ്ങളുടെ ഇടയിൽ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്നെടുക്കാം. അതിപ്പോൾ നെഗറ്റീവ് എനർജി പാരൻസ് ഒക്കെ ആണ്, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ ഓക്കെ, ജസ്റ്റ് ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് നിങ്ങളെപ്പറ്റി ആരെങ്കിലും തെറ്റായിട്ട് പേഴ്സണോട് പറഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ വല്ല കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നല്ല രീതിക്ക് മുന്നോട്ട് പോകുമ്പോൾ മേ ബി കണ്ണ് തട്ടല്ലോ, എന്തും വരാട്ടോ. ഈ ഡെവിൾ എനർജിയിൽ നമുക്ക് എന്തും എടുക്കാം. സോ തേർഡ് പാർട്ടി മാത്രം നിർബന്ധമില്ല. സോ എനിത്തിങ് ക്യാൻ കം. എന്തോ നിങ്ങളുടെ ഇടയിൽ ഒരു തടസ്സമുണ്ട് എന്ന രീതിക്ക് നിങ്ങൾ എടുത്തോളൂ. തേർഡ് പാർട്ടി ഉണ്ട് എന്നറിയാത്തവർക്ക്, എനിക്ക് അല്ലാത്തവർക്ക് നിങ്ങൾക്ക് എന്ത് കാര്യവും ആവാം. സോ ഇവിടെ 3 of Wands കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് വേണം ഫ്യൂച്ചർ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർക്കും ഫ്യൂച്ചർ ആഗ്രഹമുണ്ട്, നിങ്ങൾക്കും ആഗ്രഹിക്കുന്ന, നിങ്ങളും ഇതിന് മുന്നോട്ട് പീസ്ഫുൾ ആയിട്ട് പോകണം, നല്ലൊരു ലൈഫായിട്ട് പോകണം എന്ന് തന്നെയാണ്. പക്ഷേ സ്ലോ മൂവ്മെൻ്റ് ആണ് ഇവിടെ. പക്ഷെ ഇവിടെ ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾ തന്നെ ആക്ച്വലി നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം അനലൈസ് ചെയ്യുന്ന പോലെ കാണുന്നുണ്ട് എനിക്ക് ഈ സിറ്റുവേഷൻ. ഇനി ഇതിൽ ഞാൻ എഫേർട്ട് ഇടണോ വേണ്ടേ, ഇനി ഞാനിതിൽ നിൽക്കണോ വേണ്ടേ എന്ന് ഞാൻ അത് നേരത്തെ പറഞ്ഞു. നിങ്ങളൊരു ചോയ്സ് എടുക്കാൻ ആലോചിക്കുന്ന പോലെയാണ്. ഞാനിതിൽ ഇത്രയും ചെയ്തിട്ടും എനിക്ക് കാര്യമുണ്ടായോ, അതോ നല്ലതാണോ, ഇനി മുന്നോട്ടും എന്തായിരിക്കും എന്ന രീതിയിലൊക്കെ ഒരു ചിന്തിക്കുന്ന ഒരു സമയമാണ് കാണുന്നത്. എനിക്കൊരു പോസ് എന്ന് പറയും, നമുക്ക് ഒരല്പം വെയിറ്റിംഗ് എനർജി കാണുന്നുണ്ട്. ഓക്കെ, ഇതും 3 of Wands നമുക്ക് ഒരു തരം വെയിറ്റിംഗ് എനർജി പറയാം, പ്ലാനിങ് എനർജി പറയാം. അതായത് നിങ്ങളുടെ പേഴ്സൺ ആയാലും ശരി, നിങ്ങളായാലും ശരി, ഐ തിങ്ക് ഈ സിറ്റുവേഷൻ ഇനി മുന്നോട്ട് എന്താണ് എന്ന് ചിന്തിക്കുന്ന ഒരു സ്റ്റേജ് ആണ് എനിക്ക് കാണുന്നത്. ഇവിടെ കുറച്ച് പ്ലാനിങ് അവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് അവർക്കും മുന്നോട്ട് പോകണം എന്ന ആഗ്രഹമുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ പറഞ്ഞു, ബട്ട് എനിക്ക് അവരുടെ എനർജിയും കിട്ടുന്നുണ്ട്. അവരും ആക്ച്വലി നിങ്ങളുമായിട്ട് സ്ട്രോങ് ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്, സ്ട്രോങ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരും ഇതിൽ മുന്നോട്ട് പീസ്ഫുൾ ആയിട്ട് സമാധാനപരമായിട്ട് നമ്മൾ ഒന്നിച്ച് പോകണം എന്നൊക്കെ ഉണ്ട് അവർക്ക്. അതിനുള്ള പ്ലാനിങ് അവർ ആലോചിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇനി അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക, എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അഗെയിൻ 2 എനർജി നമുക്കൊരു ഇവിടെ ആക്ച്വലി കൺഫ്യൂഷൻ എന്ന് പറയും, നമ്മൾ 2 സിറ്റുവേഷൻ എന്ന് പറയും. തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്ന പോലെ നിങ്ങളും തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണും ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ എന്താണ് മുന്നോട്ട് ചെയ്യുക എന്ന രീതിയിൽ. സോ ഇപ്പോഴത്തെ ഈ ഒക്ടോബറിലേക്ക് ഐ തിങ്ക് എനർജി ചില മൊമെന്റ്സ് ഉണ്ടാവാം നിങ്ങൾ തമ്മിൽ ഹാപ്പി ആയിട്ട്. പക്ഷെ കൂടുതലും ഐ തിങ്ക് ഇനി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കും. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ മുന്നോട്ട് റിലേഷൻഷിപ്പിന് എന്താ വേണ്ടത് എന്ന് എന്താണ് ഇതിൻ്റെ പോസിബിലിറ്റീസ് എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. ഞാൻ ഒരു ജസ്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് പേഴ്സൻ്റെ എനർജി എന്തായിരിക്കും ഈ ബന്ധത്തിൽ മുന്നോട്ട്. ആൻഡ് വാവ്, ചാടിയതൊക്കെ നല്ല കാർഡാട്ടോ. പക്ഷെ ഞാൻ തിരിച്ചു വെക്കണു. ഞാൻ ഇങ്ങനത്തെ എടുക്കാറില്ല, കൂടുതലും ഞാൻ എൻ്റെ സ്വയം എടുക്കുക ചെയ്യാതുണ്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം പേഴ്സൻ്റെ എനർജി ബന്ധത്തിൽ എന്തായിരിക്കും ഒക്ടോബറിൽ. അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ആക്ഷനായിട്ടോ എന്തെങ്കിലും. ഓക്കെ, ലെറ്റ്സ് സീ അവരുടെ എനർജി റിലേഷൻഷിപ്പിൽ ഒക്ടോബറിൽ എന്തായിരിക്കും. ഗുഡ്, വെരി ഗുഡ്, നൈസ്, ഓസം, വെരി ഗുഡ്. ഓക്കെ, സന്തോഷം, സമാധാനം എനിക്കും. ഓക്കെ, അവരുടെ ഭാഗത്ത് ആക്ഷൻ എന്തെങ്കിലും കാണുമോ? ഓക്കെ, ആക്ഷൻ അതിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ശരി, ഇരിക്കട്ടെ. ആക്ഷൻ മാത്രമാണ് കാണാത്തത്. ഓക്കെ, ചിന്തകളിലൊക്കെ ഉണ്ട്, ആലോചനയൊക്കെ ഉണ്ട്, നല്ലോണം പ്ലാനൊക്കെ ഉണ്ട്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ നടക്കില്ല മുന്നോട്ട്, അത്രയേ ഉള്ളൂ. അതേ പ്രശ്നമുള്ളൂ. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസും 7 of Pentacles ഒക്കെ നമുക്ക് പറയുന്നത് പേഴ്സൺ ഇതിൽ എഫേർട്ട് ഇടുന്നുണ്ട്. ഓക്കെ, അവർക്ക് ആഗ്രഹമുണ്ട്, അവർ കുറച്ചായിട്ടെങ്കിലും ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ലോ ആണ്. അവർ അങ്ങനെ എടുത്ത് ചാടി വേഗം ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ശരിയാവും എന്ന് വിചാരിക്കേണ്ട. അവരുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഉണ്ടാവും. സ്ലോ ആയിട്ട് അവർ കാര്യങ്ങൾ മെല്ലെ ചേഞ്ച് ചെയ്ത് എടുക്കും എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, കുറച്ചുകൂടി അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കും എന്ന രീതിക്ക് എനിക്ക് വരുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ആക്ച്വലി മുന്നോട്ട് ഹാപ്പിനെസ് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്.
ഒരു സന്തോഷം, ഒരു സെലിബ്രേഷൻ, ആഘോഷം ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. സണ്ണാണ് നിങ്ങളുടെ കൂടെ. ആക്ച്വലി അവർ വളരെ ഹാപ്പി തന്നെയാണ്. ഓക്കെ, അവർക്ക് തിരിച്ചറിയുന്നുണ്ട് കാര്യം നിങ്ങളുടെ കൂടെയാണ് അവർ സന്തോഷിക്കുന്നത്. എപ്പോഴും നിങ്ങളുടെ ഒരു എനർജി അത്രയും പോസിറ്റീവായിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാം ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഇവിടെ ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്. സോ തീർച്ചയായിട്ടും ലൈക്ക് സ്നേഹത്തിൻ്റെ കാര്യത്തിലൊന്നും ഇവിടെ ക്വസ്റ്റൻ ഇല്ല നമുക്ക്. നിങ്ങൾ വളരെ ലൈക്ക് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആയാലും നിങ്ങൾക്ക് അവരോടുള്ള ആയാലും എനിക്ക് സ്നേഹം എന്നല്ലാതെ വേറെ വാക്കില്ല അവിടെ. ഓക്കെ, സോ അതുണ്ട് ഇവിടെ നിങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഈവൻ ലവേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, യെസ് നിങ്ങൾ തമ്മിലുള്ള ബോണ്ട്, നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ, ആ ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ആൻഡ് അവർ ഇതിനെ സിറ്റുവേഷനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുമെന്നാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു എങ്ങനെയെങ്കിലും ഒരു വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ അവർ മാനേജ് ചെയ്യാനൊക്കെ ശ്രമിക്കും. ഓക്കെ, പക്ഷെ അല്പം സ്ലോ ആയിട്ടേ അവർ ചെയ്യുള്ളൂ. നിങ്ങളൊരു നിങ്ങളും ആക്ച്വലി ക്ഷമയോടെ ഇരിക്കുക എന്ന് ഓൾറെഡി നമുക്ക് ഇവിടെ ഇത് കിട്ടിയിരുന്നു. നിങ്ങളും ക്ഷമയോടെ ഇരിക്കുക, വെയിറ്റ് ചെയ്യുക കുറച്ച്. ഇത് ഓക്കെ, ഞാൻ ലാസ്റ്റ് പറയാം. 9 of Wands കാണുന്നുണ്ട്. പക്ഷെ ആക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ മാത്രം എനിക്കിവിടെ ഒരു ചെറിയൊരു ബൗണ്ടറി വെക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഒരല്പം ബ്ലോക്കേജ് ഉണ്ടാവാം. ഓക്കെ, ബ്ലോക്ക് ചെയ്ത് പോയ ആൾക്കാരൊക്കെ ആണെങ്കിൽ മേ ബി ആ ബ്ലോക്ക് മാറ്റാൻ ഇത്തിരി സമയമെടുക്കും. ഓക്കെ, പക്ഷെ പേഴ്സണിന് നിങ്ങളോട് താല്പര്യമില്ലാഞ്ഞിട്ടോ ഇതായിട്ടോ ഒന്നുമല്ല. ആക്ഷൻ എടുക്കില്ല എന്നും പറയാം ഞാൻ. ബിക്കോസ് കുറച്ചൊരു അവരൊരു ടയേർഡായിട്ട് നിൽക്കുന്ന പോലെയാണ്. അവർക്ക് എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത പോലെയൊക്കെ കുറച്ചൊരു ഫീലിംഗ് അങ്ങനെയാണ് വരുന്നത്. സോ ആക്ഷനായിട്ട് എനിക്ക് കാണുന്നില്ല. പക്ഷെ അവർ ബാലൻസ് വെക്കാൻ ശ്രമിക്കും. അതായത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക, ചെറുതായിട്ട് കുറച്ച് സംസാരിക്കാൻ ശ്രമിക്കുക, ഈ ബന്ധം പൂർണ്ണമായിട്ട് കൈവിട്ട് പോകാതിരിക്കാൻ അവരും ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നത് ക്ഷമയുടെ കാര്യമായിരുന്നു അല്ലേ, പേഷ്യൻസ്. അതെ, നിങ്ങളും ആക്ച്വലി ബന്ധം വിട്ട് കളയാൻ എന്നൊരു അഡ്വൈസ് അല്ല വരുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങളും ഇതേപോലെ കുറച്ച് ബൗണ്ടറി വയ്ക്കാം. എന്ന് വെച്ചാൽ സംസാരിക്കുമ്പോൾ വേണ്ട എന്നല്ല, പക്ഷെ നിങ്ങൾ ഒരുപാട് ഓവർ എക്സ്പെക്റ്റേഷൻ വെക്കണ്ട. ആൻഡ് ഇതിൽ കുറച്ച് ക്ഷമയോടെ നിങ്ങളും നിൽക്കുക, ഒന്ന് വാച്ച് ചെയ്യുക. ഈ പേഴ്സൻ്റെ ചേഞ്ചസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ നോക്കുക, വാച്ച് ചെയ്യുക. ചോദിക്കുകയോ പറയലോ ഒന്നുമല്ല, സൈലൻ്റ് ആയിരുന്നിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. അവരെന്താ ചെയ്യുന്നത്, അവരെന്താണ്, അവരുടെ ഭാഗത്ത് നിന്ന് ഇത്ര എഫേർട്ടാണ് വരുന്നത്, അവരുടെ ഭാഗത്ത് നിന്ന് കോൾ ചെയ്യുന്നുണ്ടോ, മെസ്സേജ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള എഫേർട്സ് ഒക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, അവർ പറയുന്ന ഇതിൽ മാത്രമല്ല അവരുടെ പ്രവൃത്തിയിലും കൂടി എന്തൊക്കെയാണ് കാണുന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ. അതിൻ്റെ കുറച്ചൊരു ബൗണ്ടറി നിങ്ങളും വെക്കൂ എന്നുകൂടിയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ബട്ട് യെസ് വേദനകൾ ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ന്യായം കിട്ടും നിങ്ങൾക്ക്. പക്ഷെ ന്യായം കിട്ടണമെങ്കിൽ നിങ്ങൾ കൂടി കുറച്ചുകൂടി ഒന്ന് പ്രാക്ടിക്കലായിട്ടൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ പഠിക്കണം. ഓക്കെ, ഡെവിൾ എനർജി ഉണ്ട് ഇവിടെ, പക്ഷെ അത് മാറ്റാൻ അവർ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഐ ഹോപ്പ് തേർഡ് പാർട്ടി മാറിപ്പോവും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നില്ല, കാരണം എല്ലാ സിറ്റുവേഷനും ഒരുപോലെ ആയിരിക്കില്ല. ബട്ട് അവർ നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ അവർ തീർച്ചയായിട്ടും ശ്രമിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു പറയുന്നത് നല്ല ലോങ് റീഡിങ്. ഹാപ്പി കോട്ടെ കിട്ടുന്ന ചാൻസിന് അല്ലേ. ഓക്കെ, ഒക്ടോബറിലേക്കുള്ള നിങ്ങൾക്കുള്ള റിലേഷൻഷിപ്പിൻ്റെ ഗൈഡൻസിലേക്ക് എന്താ വരുന്നത് നോക്കാം നമുക്ക്. നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് അല്ലെങ്കിൽ പേഴ്സണിൻ്റെ ഭാഗത്തുനിന്നുള്ള നോക്കാം നമുക്ക്. എന്താ ക്ലോസ്ഡ് ഓഫ്, യെസ് ഗാർഡഡ്. ഇതാണ് 9 of Wands ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതായിരുന്നു, ഗാർഡഡ് ആണ്. റീയൂണിയൻ, വെരി ഗുഡ്, ഓസം. ഫേറ്റ്, unexpected storm, autumn timing card. Trust, watching. Okay, freedom. Okay, ഒന്നാമത്തെ കാര്യം സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഏഞ്ചൽസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡിവൈൻ ഗൈഡൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിവൈൻ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഒരിക്കലും തനിച്ചാണ് ഇത് ഡീൽ ചെയ്യുന്നത് കരുതണ്ട. യൂണിവേഴ്സായിട്ട് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലത് വരുത്താൻ തീർച്ചയായിട്ടും ഈ ഡിവൈൻ ശ്രമിക്കും എന്ന് തന്നെയാണ്. അത് ഈ പേഴ്സൺ നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ അവരെ തന്നെ കൊണ്ടുതരും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ മാറ്റിന്ന് വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, എന്നിട്ട് എനിക്ക് നല്ലതല്ലാത്തതാണ് എന്നെ വിട്ടു പോയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ദൈവത്തിലുള്ള ട്രസ്റ്റ്, അതാണ് നമ്മളുടെ. ഓക്കെ, ഇനി ഇവിടെ റീയൂണിയൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പേഴ്സൺ തന്നെ തിരിച്ചു വരുന്നതായിട്ടോ നിങ്ങൾ തമ്മിൽ റീയൂണിയനോ എനിക്ക് കാണുന്നുണ്ട് ഒക്ടോബറിൽ. എനിവേ ക്ലോസ്ഡ് ഓഫ് ആണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ. അവർ സംസാരിക്കുന്നില്ല, മേ ബി ബ്ലോക്ക്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് തുറന്ന് സംസാരം വരുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്.
നിങ്ങൾ തമ്മിൽ ഒന്നിക്കണം എന്നുള്ളത് ഒരു ഫേറ്റ് തന്നെയാണ്, വിധി തന്നെയാണ്. നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. സോ അതന്നെയാണ് നിങ്ങൾ ഒന്നിച്ച് ഇപ്പൊ ഈ ജന്മത്ത് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു വിധി തന്നെയാണ്. ഓക്കെ, വിധി തന്നെയാണ് നിങ്ങളെ ഒന്നിപ്പിച്ചിട്ടുള്ളത്. അൺഎക്സ്പെക്ടഡ് സ്റ്റോം, ഈ സൈഡിൽ പെട്ടെന്നൊരു സ്റ്റോം വരാനുള്ള ചാൻസ് ആണ്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ഓൾറെഡി നടന്ന് കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ മുന്നോട്ട് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ തമ്മിലൊരു പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്ട്രക്ഷൻ കോൺഫ്ലിക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്, ഒരു അകൽച്ച വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ബ്ലോക്ക് വിട്ടുപോയാൽ അങ്ങനെ സെപ്പറേഷൻ എനർജി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സഡൻലി എന്തെങ്കിലും സംഭവിക്കാം. ഓക്കെ, ആ സംഭവം പക്ഷേ അഗെയിൻ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ആവശ്യമാണ്. ഓക്കെ, ചില സമയത്ത് ചില കാര്യങ്ങളൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ചില സെപ്പറേഷൻ ആവശ്യമാണ്. ചിലപ്പോൾ നിങ്ങളായിരിക്കാം വിട്ടുപോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അവരായിട്ട് മാറിപ്പോകുന്നതായിരിക്കാം. ഓക്കെ, ബട്ട് നിങ്ങളോട് പറയുന്നത് ട്രസ്റ്റ് വെക്കൂ എന്നാണ്. ഡിവൈൻ ടൈമിനെ ട്രസ്റ്റ് വെക്കൂ. ഓക്കെ, അങ്ങനെ പേഴ്സൺ വിട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേസ് ചെയ്യാതിരിക്കുക, ഡിവൈൻ ടൈമിനെ ട്രസ്റ്റ് ചെയ്യുക. എന്നിട്ട് എനിക്കുള്ളതാണെങ്കിൽ ഡിവൈൻ അതിൻ്റെ സമയമാകുമ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നോളും എന്ന് നിങ്ങൾ ട്രസ്റ്റ് വെക്കുക. ഓക്കെ, ഞാനിവിടെ വാച്ചിങ് കാണുന്നുണ്ട്. നിങ്ങൾ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം തന്നെ ഓൾറെഡി നിങ്ങൾ അകൽച്ചയിലൊക്കെ ആണെങ്കിൽ അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വരുന്നുണ്ടോ, ഓൺലൈൻ വരുന്നുണ്ടോ, പോകുന്നുണ്ടോ, നിങ്ങളെ പറ്റി അന്വേഷിക്കാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഫ്രീഡം കാണുന്നുണ്ട്. യുറാനസ്, ലീപ്പ് ഓഫ് ഫെയ്ത്ത്, ബ്രേക്കിംഗ് ഫ്രീ, ഫുൾ കാർഡാണിത്. ഫുളിൻ്റെ എനർജിയാണ്. ന്യൂ സൈക്കിൾ നിങ്ങൾ തമ്മിൽ ബിഗിൻ ആവും. ഓക്കെ, ഈ 10 കഴിഞ്ഞിട്ട് മേ ബി നമുക്ക് എന്താ പറയുക, അടുത്ത 11 പോർട്ടലൊക്കെ വരുമ്പോഴേക്കും നമുക്ക് യൂണിയൻ്റെ പോർട്ടലൊക്കെ ആയിട്ട് എടുക്കാം അതിനെ. സോ യെസ്, ഒരു യൂണിയൻ മേ ബി ആ സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് പോസിബിൾ ആയിരിക്കും. നിങ്ങൾ തമ്മിലൊരു പുതിയ തുടക്കം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ടൈം ആക്ച്വലി ഓട്ടം കറക്റ്റ്, ഞാൻ പറഞ്ഞത് ഒരുവിധം ശരി തന്നെയാണ്. ടൈമിംഗ് കാർഡിൽ നമുക്ക് ഓട്ടമാണ് കിട്ടിയിരിക്കുന്നത്. സ്റ്റാർട്ടിങ് ഓവർ, സോൾ ഗ്രോത്ത്, ക്ലിയറിംഗ് ന്യൂ ഇൻറ്റൻഷൻസ് എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഓട്ടം എന്ന് പറയുമ്പോൾ ഫോൾ സീസൺ ഇവിടെ ഞങ്ങൾക്ക് വരാറുള്ളത് ഒക്ടോബർ നവംബർ ആണ്. ആക്ച്വലി ഒക്ടോബർ ആണ് ശരിക്കും നമ്മൾ എടുക്കാറ് ഇവിടെ ഓട്ടം, ഫോൾ സീസൺ എന്ന് പറയും. ഓക്കെ, സോ ആ ഒരു സമയം ഇപ്പം നമ്മൾ പറയുന്നതും അതിനെക്കുറിച്ച് തന്നെയാണ് അല്ലേ. ഒക്ടോബർ മാസത്തിനെ കുറിച്ചും നവംബറിനെ കുറിച്ചുമാണ് പറയുന്നത്. സോ യെസ്, വളരെ മാച്ച് ആവുന്നുണ്ട്. സോ നിങ്ങളുടെ സിറ്റുവേഷൻ ഈ ഒരു ഒക്ടോബർ നവംബറിൽ ഒരു ഫേസ് കൂടി നിങ്ങൾ കടന്നു പോകും. ചില കാര്യങ്ങൾ ഇവിടെ ഐ തിങ്ക് ഇവിടെ നിങ്ങളുടെ ഭാഗത്താണ് മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഇഷ്ടത്തിന് നിങ്ങളെ വിട്ടുപോയി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരു മാറ്റം, നിങ്ങൾ കുറെ കൂടി ബോൾഡായിട്ട് നിങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും. ആൻഡ് അങ്ങനെ വേണം. ഓക്കെ, നിങ്ങൾ പേഴ്സൻ്റെ പിന്നാലെ എപ്പോഴും ചേസ് ചെയ്ത് മാത്രം പോകണ്ട. അവർ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞ് അവർ വരട്ടെ. ആൻഡ് ഡിവൈനിൽ ട്രസ്റ്റ് വെക്കൂ. നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് എവിടെയും പോവില്ല എന്നുള്ള ട്രസ്റ്റ് വെക്കൂ. കാരണം പല കാർഡ്സും ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട് ഓൾറെഡി, നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ വളരെ സ്ട്രോങ് ആണ് എന്നുള്ളത്. ഓക്കെ, സോ അതിനെ ട്രസ്റ്റ് ചെയ്യൂ നിങ്ങൾ. ആൻഡ് അപ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതും വിശ്വസിക്കും. അവർ തിരിച്ചു വരും എന്ന് പറയുന്നതും വിശ്വസിക്കും. ഓക്കെ, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഡിവൈൻ്റെ ടൈം എപ്പോഴാണെന്ന് സമയം എപ്പോഴാണ് എന്ന് നിങ്ങൾ വറി ചെയ്യേണ്ട. ഓക്കെ, എപ്പോഴായാലും ശരി അതെനിക്കുള്ളതാണെങ്കിൽ വരും എന്നുള്ള ട്രസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് വിട്ടുകൊടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി അത്രയും പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ ആ പോസിറ്റീവ് എനർജി ആക്ച്വലി യൂണിവേഴ്സിറ്റിക്ക് പോകുന്ന സമയത്താണ് നിങ്ങൾക്ക് പോസിറ്റീവ് കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത. സോ അങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിനൊന്ന് മാറ്റി തുടങ്ങും. ഓക്കെ, എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഞാൻ ഈ റീഡിങ് എപ്പോഴാണെന്ന് എനിക്കെന്നെ അറിയില്ല. ഇന്നിപ്പോൾ സമയം കിട്ടിയിരുന്നു, ഇത്ര ലോങ് റീഡിങ് ആയിപ്പോയി. ഓക്കെ, നാളേക്ക് ഇനിയിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. സോ എല്ലാം ഞാനും ദൈവത്തിന് സറണ്ടർ ചെയ്യുന്നു. ഡിവൈൻ ടൈമിങ്ങിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കുക. ആൻഡ് വിജയദശമി ഇതൊക്കെ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. സോ ഇപ്പോഴേ ഞാൻ എൻ്റെ ആശംസ അറിയിക്കുന്നു എല്ലാവർക്കും. വിജയദശമി ആശംസകൾ, ദശഹര ആശംസകൾ എല്ലാം ഞാൻ നേരുന്നു. എല്ലാവർക്കും വേണ്ടി നല്ലത് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സോ നമുക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവാം. നന്ദി, നമസ്കാരം.